ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ 10 കാര്യങ്ങളല്ലാതെ എല്ലാ കാര്യങ്ങളും നിലച്ചു പോകും. 10 അവന്റെ ഹദറത്തിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കും. അതിലാദ്യം എണ്ണി പറഞ്ഞത് ഒരുപാട് കാലം നീണ്ടു നിൽക്കുന്ന സുഖമാണ്. അവനവൻ വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ ശിഷ്യന്മാരിലൂടെ, അവരെ ശിഷ്യന്മാരിലൂടെ, തലമുറകളിലൂടെ അതങ്ങനെ ലോകത്ത് വീണ്ടും വീണ്ടും പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു, വലുതായിക്കൊണ്ടിരിക്കുന്നു. ഒരു ഉസ്താദിൽ നിന്ന് 10 മുതല്ലിമുകൾ പഠിച്ചിറങ്ങി. ആ 10 ശിഷ്യന്മാരിൽ നിന്ന് വീണ്ടും 100 ആളുകൾ വന്നാൽ, 100 ആളുകളിൽ നിന്ന് പിന്നെയും 1000 ആളുകൾ വന്നാൽ, അങ്ങനെ വികസിപ്പിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് അത് പർവ്വതീകരിക്കപ്പെടുമ്പോൾ ഈ ഉസ്താദ് തിരികൊളുത്തിയ വിജ്ഞാനം, ഉലൂമുൻ ബസ്സഹ, വിതരണം ചെയ്ത വിജ്ഞാനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് സദാസമയത്തും. നാമും തിരുത്തിക്കൊടുത്ത നന്മകൾ ഉണ്ടാകണം. കുട്ടികൾ ഖുർആനോതുമ്പോ പഴയ കാലത്തെ വല്യമ്മമാര് അവരെ മുന്നിൽ വെച്ച് മാല ചൊല്ലുമ്പോ തെറ്റോതിയാൽ അവര് തിരുത്തിത്തരും. മൗലിദ് ഓതുമ്പോ തെറ്റോതിയാൽ തിരുത്തിത്തരും. ഖുർആൻ ഓതുമ്പോ തെറ്റ് വന്നാൽ മോനെ അങ്ങനെയല്ല ഇങ്ങനെ ഓതെന്ന് പറഞ്ഞ് തിരുത്തിത്തരും. ആ ഉമ്മാമ ഉസ്താദത്താണ്, ഉപ്പാപ്പയും ഉസ്താദാണ്. അവര് പഠിച്ച ഇൽമിന്റെ ആഴത്തിലാണ് ആ തിരുത്തിത്തരുന്നത്. ഗുരുനാഥന്മാരായി വർത്തിക്കുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് കടക്കേണ്ടി വരുന്ന കേന്ദ്രത്തിൽ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്